യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ മക്കൾക്ക് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാം, അതുപോലെ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ നിറഞ്ഞ് ജീവിക്കാം. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഞാൻ മഴ പെയ്യിക്കും. ദേശത്ത് എല്ലായിടത്തും മഴ പെയ്യും. അവിടെ പാപികളുണ്ടാവും, വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുന്നു, ഈ ഒരു സാഹചര്യത്തിൽ നീ ജീവിക്കേണ്ടത് എല്ലാവരും പോകുന്ന പോലെ അല്ല പോകേണ്ടത്, മറിച്ച് ആത്മാവിൽ നിറഞ്ഞ് തിന്മയെ നിഗണിച്ച് ജീവിക്കണം. റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 13-ാമത്തെ ലേഖനം, റോമർ ചാപ്റ്റർ 8 വേഴ്സ് 13, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും, എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഗണിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. കണ്ടോ, ജഡികരായി ജീവിച്ച് നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 തരം മരണങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്തിൽ നമ്മൾ നമ്മുടെ സാന്നിധ്യം അവസാനിച്ച് മണ്ണിലേക്ക് മടങ്ങുന്നത് മരണം. മറ്റൊരു മരണമാണ് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുക്കുന്ന പാപത്തിൻ്റെ വേദന, മരണം. ഈ 2 മരണങ്ങളിൽ നമുക്ക് വേണ്ടത് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരനുഭവം. ഈശോയെ, ഒരിക്കലും അങ്ങേ കൂടാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട, ആത്മാവില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എത്രയോ സന്തോഷമാണ് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നത്. എത്രയോ വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ജീവിക്കുന്നത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില കുറവുകളും ബലഹീനതകളും ഉണ്ടാകും. സാരമില്ല, കർത്താവ് നമ്മളെ അറിയാം, നമ്മുടെ ബലഹീനത അറിയാം. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവ് സാധിച്ചു തരും. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.